ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുവാനായിട്ട് അഭിമന്യ വികാരിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ബാബുവിൻ്റെ നിര്യാണത്തിൽ സ്വർഗാതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുടുംബാംഗങ്ങൾ, പ്രിയ ബാബുവിൻ്റെ യാത്രയിൽ എത്തിയിരിക്കുന്ന വിശ്വാസം എല്ലാവർക്കും വീണ്ടുവരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഏർപ്പാട് എല്ലാവർക്കും ദുഃഖകരമില്ല. എന്നാൽ അവിടെ നമുക്ക് ആശ്വസിപ്പാനായിട്ട് ദൈവജനത്തിൽ മാത്രമേ നമ്മെ ആശ്വസിപ്പാനായിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് തിരുവചനത്തിൽ സകല ബുദ്ധിയെ കവിയുന്നതായ ദൈവിക സമാധാനത്താണ് നമ്മെ ആശ്വസിക്കുവാനായിട്ട്. തിരുവചനം പറയുകയാണ്, നീതിമാന്റെ മരണം വിലയേറിയതാണ്. അങ്ങനെ ഇതിൽ വിലപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ ദിവസം നടന്നത്. ദേശത്ത് പാർത്ത് വിശ്വസ്തരായി ഒരു നല്ല പിതാവായി, ഒരു നല്ല മകനായി, ഒരു നല്ല സഹോദരനായി, നല്ലൊരു കൂട്ടുകാരനായി ഈ ദേശത്ത് പാർത്ത് മറ്റുള്ള ദേശങ്ങളിൽ ചെന്ന ദേശങ്ങളിൽ വിശ്വസ്തനായിരിക്കാൻ, വിശ്വസ്തരെ ആചരിക്കാൻ കഴിഞ്ഞതായ ഞങ്ങളുടെ പ്രിയ സഹോദരൻ ദൈവത്തിൻ്റെ ദേശനാണ് ഞാൻ. ഞങ്ങൾ ഒരുമിച്ച് വളർന്നത്. ഒന്നും തന്നെ ചെറുപ്പത്തിലായാലും ഇപ്പോഴായാലും ദൈവത്തെ കുറിച്ച് ഒന്നും തന്നെ നമുക്ക് ദോഷമായിട്ട് പറയുവാനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ കൂടുതലായ ജനങ്ങളുടെ ഒരു സംഖ്യാബലം. അനേക ജനങ്ങൾ, വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ടതായ ആളുകളൊക്കെ അവിടെ 56 വയസ്സ്. ഈ ഇടവയിൽ വടക്കിഴക്ക് പ്രാർത്ഥനാകൂടത്തിൽ കുറ്റപ്പറമ്പിൽ വിശ്വസ്തമാണ്. വളരെ കുറച്ചു കാലങ്ങൾ മാത്രമേ ആ ഭവനത്തിൽ പാർക്കുവാനായിട്ട് പ്രിയ സഹോദരന് സാധിച്ചുള്ളൂ. വിദേശത്തൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ ആയിരിക്കുമ്പോഴും പ്രിയ അച്ഛൻ, ബഹുമാനപ്പെട്ട അച്ഛൻ കൂടെ ഓർമ്മിച്ചതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കാനാണ് പ്രത്യേകം താല്പര്യം കാണിച്ചു. മക്കളെയും കുടുംബത്തെയും ആ വകയിൽ വളർത്തിക്കൊണ്ടുവരുവാനാണ് പ്രത്യേകം ശ്രദ്ധിച്ചു എന്ന് എടുത്തു പറയുന്നതാണ്. ഇടവയിലെ സഹകരണത്തെ കുറിച്ച് പറയുമ്പോൾ ഇടവയെ പ്രതികരിച്ചാണല്ലോ ഞാൻ കണ്ടെത്തുന്നത്. നമ്മുടെ ഈ പള്ളിപ്പണി കഴിഞ്ഞപ്പോൾ ഒരു മൈക്ക് സെറ്റ് നമ്മുടെ, അതായത് വയർലെസ് ടൈപ്പ് ഒരു മൈക്ക് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചപ്പോൾ ഈ സഹോദരനെ നമ്മൾ വിളിച്ച് പറയുകയുണ്ടായി. ആ സെറ്റ് നമുക്ക് കൊടുത്തില്ലേ, ഇപ്പോഴും അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇടവയുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇദ്ദേഹത്തിനെ അറിയിച്ചാൽ ഒരു മടിയും കൂടാതെ നമ്മെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. പള്ളിയുടെ സമയത്തൊക്കെ വളരെയേറെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തു. കുടുംബം സജീവമായിട്ട് തന്നെ നമ്മുടെ ഇടവയിൽ ഭാഗമാക്കുക. നമ്മൾ വിചാരിക്കും മുമ്പേ അച്ഛൻ ഓർമ്മിച്ചതുപോലെ പെട്ടെന്നാണല്ലോ നമ്മൾ ഓർക്കുമ്പോൾ അതൊക്കെ ചിന്തിച്ചു പോകാം. ജീവിതത്തിൻ്റെ സമയം, ആ സമയത്ത് വിളിച്ച് ചേർന്ന് നമുക്ക് മുമ്പേ പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പോകേണ്ടവരാണ്. ഓരോ മരണം നമ്മൾ ഏതാണോ വളരെ പ്രത്യാശയോടുകൂടി പ്രിയ സഹോദരനെ നമ്മൾ യാത്രയാണ്. അതോടൊപ്പം തന്നെ ഇടവകയുടെ അനുശോചനം ഇവിടെ അറിയിക്കുന്നു. നമ്മുടെ ട്രസ്റ്റി ചുമതലക്കാരെ സമയത്ത്